നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ചിന്തിപ്പിക്കുന്ന എന്നാൽ അത്ര തന്നെ വൈകാരികവുമായൊരു വിഷയത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രശസ്ത നടൻ പ്രകാശ് രാജ് എഴുതിയ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖനത്തിന്റെ ആശയങ്ങളിലൂടെയുള്ള ഒരു അന്വേഷണമാണിത്. നമ്മൾ മാതൃഭാഷയെ വെറുമൊരു ആശയവിനിമയ ഉപാധിയായി മാത്രമാണോ കാണുന്നത്, അതോ നമ്മുടെ വ്യക്തിത്വവുമായി അത് എത്രത്തോളം ആഴത്തിൽ ഇഴചേർന്നിട്ടുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിതൊന്ന് പരിശോധിക്കാം. നദികൾ മണ്ണിനടിയിലൂടെ ഒഴുകി മരങ്ങളുടെ വേരുകളെ നനച്ച് ജീവൻ നിലനിർത്തുന്നത് പോലെയാണ് മാതൃഭാഷ. അതൊരു നദി പോലെ മനുഷ്യന്റെ ഉള്ളിലൂടെ ഒഴുകി അവന്റെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും സംസ്കരിക്കുന്നു. എത്ര മനോഹരമായൊരു ചിന്തയാണല്ലേ ഇത്! മനുഷ്യ സംസ്കാരം തന്നെ ഉടലെടുത്തത് നദീതീരങ്ങളിലാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലൂടെ അദൃശ്യമായ ഒഴുകുന്ന മാതൃഭാഷ എന്ന ജീവൻ നദിയാണ് സത്യത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെയും സംസ്കാരത്തെയും പടുത്തുയർത്തുന്നത്. ഭൂമിക്ക് നദി എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് മനുഷ്യന് അവന്റേതായ ഭാഷയും. വേരുകൾ അറ്റുപോകുമ്പോൾ നഗരങ്ങളിൽ സംഭവിക്കുന്ന അകൽച്ചയെക്കുറിച്ചാണ് നമ്മളിനി നോക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും കണക്ട് ചെയ്യാൻ സാധിക്കും. പ്രകാശ് രാജ് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ നടന്ന വളരെ രസകരവും എന്നാൽ വേദനിപ്പിക്കുന്നതുമായ ഒരു അനുഭവം ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു അവധി ദിവസം അദ്ദേഹം തന്റെ 5 വയസ്സുള്ള മകളുമൊത്ത് പച്ചക്കറി വാങ്ങാൻ പോകുന്നു. താൻ വിലപേശലിൽ ഒട്ടും ഇടപെടില്ല എന്നൊരു രസകരമായ കരാറും അവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. കുട്ടിക്ക് പച്ചക്കറികളുടെ പേരുകൾ മാതൃഭാഷയിൽ അറിയില്ല. അവൾ ഇംഗ്ലീഷ് പേരുകൾ പറയുന്നു. പക്ഷേ അവിടെയുള്ള പ്രായമായ കച്ചവടക്കാരിക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ കുട്ടിക്ക് ഓരോ സാധനത്തിനും നേരെ വിരൽ ചുങ്കേണ്ടി വരുന്നു. നമ്മുടെയൊക്കെ വീടുകളിലും ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത്? ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാറുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഭാഷയുടെ സ്വാഭാവികമായ ആ ഒഴുക്കിനെ എങ്ങനെയാണ് തടയണകൾ വീഴുന്നതെന്ന് ഈ ഒറ്റ സംഭവം കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു നിമിഷം ആ അച്ഛന്റെ മനസ്സിലൂടെ കടന്നുപോയ വികാരങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? സ്വന്തം ഭാഷയിലെ സാധാരണ വാക്കുകൾ പോലും അറിയാതെ തന്റെ വേരുകളിൽ നിന്ന് അകന്നു വളരുന്ന മകളെ നോക്കി നിൽക്കുമ്പോൾ ഏതൊരു രക്ഷിതാവിനുമുണ്ടാകുന്ന അതികഠിനമായ ഉത്കണ്ഠയും സങ്കടവും അതിലുപരി പെട്ടെന്നുണ്ടായ ഒരു കോപവുമെല്ലാം അദ്ദേഹത്തിൽ നിറയുന്നുണ്ട്. ഭാഷാപരമായി എത്ര വലിയൊരു കൊക്കയിലേക്കാണ് നമ്മുടെ അടുത്ത തലമുറ വീണു പോയിരിക്കുന്നതെന്നതിൻ്റെ വളരെ വൈകാരികമായൊരു നേർക്കാഴ്ചയാണിത്. ഇനി അടുത്തത് മണ്ണിനെ അറിയാത്ത പാട്ടുകളും അതുകൊണ്ടുണ്ടാകുന്ന സാംസ്കാരിക പൊരുത്തക്കേടുകളുമാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് വരുന്നത്. അന്യസംസ്കാരങ്ങളെ നമ്മൾ അന്ധമായി അനുകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത സാംസ്കാരിക വൈരുദ്ധ്യമുണ്ടല്ലോ. ഉദാഹരണത്തിന് റെയിൻ റെയിൻ ഗോ എവേ എന്ന ആ ഇംഗ്ലീഷ് പാട്ട് തന്നെ എടുക്കാം. എപ്പോഴും മഴ പെയ്യുന്ന ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയിൽ പുറത്തിറങ്ങി കളിക്കാൻ കഴിയാത്ത കുട്ടികൾ പാടുന്നതാണത്. അതൊരു ലോജിക്കുണ്ട്. എന്നാൽ എപ്പോഴും വരൾച്ച നേരിടുന്ന മഴയ്ക്കായി കാത്തിരിക്കുന്ന നമ്മുടെ നാട്ടിലെ കുട്ടികളും ഇതേ പാട്ട് പാടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ശരിക്കും പാടേണ്ടത് മേഘമേ നിൽക്കുക, ഞങ്ങൾക്ക് 4 ലിറ്റർ വെള്ളം പകരുക എന്നല്ലേ? മാതൃഭാഷ അറിയാതെ വരുമ്പോൾ നമ്മൾ ജീവിക്കുന്ന മണ്ണിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടിയാണ് നമ്മൾ മറന്നുപോകുന്നത്. ലേഖനൻ ഇവിടെ ചോദിക്കുന്ന ചോദ്യം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. കുടിവെള്ളം പോലുമില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ മണ്ണിന്റെ മക്കൾ എന്തിനാണ് റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടി മഴയെ ആട്ടിയകറ്റുന്നത്? സ്വന്തം നാടിന്റെ യഥാർത്ഥ അവസ്ഥയും മനസ്സും അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ മാതൃഭാഷയിലൂടെ തന്നെ അത് പഠിക്കണം, അല്ലേ? ഇനി ഈ പ്രതിസന്ധിയിൽ നിന്നുള്ള ഭാഷയിലൂടെയുള്ള മടക്കയാത്രയെക്കുറിച്ചും നമ്മുടെ ഉള്ളിലെ ആ നദിയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം എന്നതിനെക്കുറിച്ചും നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. മാതൃഭാഷ പഠിക്കുക എന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഭാരമേ അല്ല. അതൊരിക്കലും അവരെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട ഒന്നല്ല. ജനിക്കുമ്പോൾ മുതൽ ചുറ്റും കേൾക്കുന്ന ഭാഷ ഒരു കൊച്ചുകുട്ടി വളരെ സ്വാഭാവികമായി മുട്ടുകാലി എഴുതാൻ പഠിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ പിച്ചവെച്ച് നടക്കാൻ പഠിക്കുന്നതുപോലെയോ അത്ര എളുപ്പത്തിൽ അവർ സ്വായത്തമാക്കിക്കൊള്ളും. ആ ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, മാതൃഭാഷ പഠിക്കുന്നതുകൊണ്ട് ശരിക്കും എന്താണ് ഗുണം? മാതൃഭാഷയിലുള്ള പ്രാവീണ്യം എന്ന് പറയുന്നത് വെറുതെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഫലിപ്പിക്കാൻ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അതിനും വളരെ അപ്പുറത്താണത്. നമ്മുടെ സാഹിത്യം, സംസ്കാരം, പഴങ്കഥകൾ ഇവയുമായൊക്കെ നമ്മളെ വളരെ ആഴത്തിൽ ബന്ധിപ്പിക്കാൻ ഇതിന് കഴിയും. അത് നമ്മുടെ ചിന്താശേഷിയെ കൂടുതൽ വികസിപ്പിക്കുന്നു. മാതൃഭാഷ നന്നായി അറിയാവുന്ന ഒരാൾക്ക് മറ്റേതൊരു ഭാഷയും പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് പ്രകാശ് രാജ് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. നഷ്ടപ്പെട്ട വേരുകൾ തേടി ഒരു കുട്ടി വീണ്ടും തന്റെ മാതൃഭാഷയിലുള്ള ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ആ പഴയ നദി അവനിൽ വീണ്ടും ഒഴുകി തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ പ്രത്യാശ തന്നെയാണ് നമുക്ക് നൽകുന്നത്. അവസാനിപ്പിക്കുന്നതിനു മുൻപ് വളരെ ശക്തമായൊരു ചിന്ത നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. സ്വന്തം മാതൃഭാഷയെയും സംസ്കാരത്തെയും മറക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം അമ്മയെ മറക്കുന്നതിന് തുല്യമാണെന്നാണ് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നത്.
നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ഉള്ളിലൂടെ ഒഴുകുന്ന ആ ജീവനദി ഇപ്പോഴും സജീവമായി തന്നെ ഒഴുകുന്നുണ്ടോ? അതോ ആധുനികതയുടെയും തിരക്കുകളുടെയും പേരും പറഞ്ഞ് നമ്മളതിനെ വറ്റാൻ അനുവദിക്കുകയാണോ? നമ്മുടെയൊക്കെ വേരുകൾ എവിടെയാണെന്ന് ഉറപ്പായും ഈ ചോദ്യം നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കും. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.